അഴിയൂരിൽ RMP പ്രവർത്തകരെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. പരിക്കേറ്റ 2 RMP പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPIM സംഘർഷം അഴിച്ചുവിടുകയാണെന്ന് KK രമ MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. അത് ഇന്നലെ അഴിയൂര് പ്രദേശത്ത് പ്രവർത്തനം നടത്തുന്ന ഇവര് ഡിവൈഎഫ്ഐക്കാർ വന്ന് ആക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2 RMP പ്രവർത്തകർക്ക്, റവല്യൂഷണറി യൂത്തിന്റെ 2 പ്രവർത്തകർക്ക് നല്ല പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പാർക്കോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ബോധപൂർവമായ ശ്രമം, അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഇത് ബോംബുണ്ടാക്കുന്നതിന്റെ ഒക്കെ ഭാഗം, ഇവിടെയൊക്കെ പ്രദേശങ്ങളിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. അതിന്റെയൊക്കെ തുടക്കമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഏതൊക്കെ തരത്തിലേക്ക് ഇവർ ഈ അക്രമം കൊണ്ടുപോകും എന്ന് പറയാൻ കഴിയില്ല. അക്രമം അവസാനിപ്പിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായി. ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി. അത് സംഘർഷത്തിലേക്ക് എത്തുകയാണ്. സംഘർഷമല്ല, ഏകപക്ഷീയമായ ആക്രമണമാണ്. അവര് ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരുമ്പ് ദണ്ടും ഇരിക്കട്ടയും ഒക്കെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള അടിയാണ് ഈ ഇപ്പുറത്ത് RMP പ്രവർത്തകർക്ക് നേരെ നടത്തിയിരിക്കുന്നത്. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് മറ്റൊരു ബൈറ്റ്. അതിനിടയിൽ ഈ പോസ്റ്റ് പൊട്ടിക്കുന്നതിനിടയിൽ CPM വന്നിട്ട് നമ്മൾ ആക്രമിക്കുകയുണ്ടായത്. ഈ ഉത്സവത്തിനും നമ്മൾ അടുത്തുള്ള ഉത്സവത്തിനും പിന്നെ ഉത്സവത്തിന് അങ്ങനെ ഇങ്ങനെയെല്ലാം ഫ്ലക്സ് വെക്കലും പോസ്റ്റ് പൊട്ടിക്കലെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് അവർക്കുണ്ടായ പ്രശ്നം ഇങ്ങനെ അടിയിൽ ഇതെല്ലാം ഇതാക്കി. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഒരു പ്രകോപനവും ഇല്ലാതെ RMP പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഒരു 10 മണിയോട് കൂടിയാണ് സംഭവം എന്നാണ് പറയുന്നത്. അഴിയൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു RMPയുടെ 2 പ്രവർത്തകർ. RMPIയുടെ യൂത്ത് വിങ്ങിൻ്റെ 2 പ്രവർത്തകരാണ് അവിടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് നേരെ DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള അഫ്സലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ എത്തി പ്രകോപനമില്ലാതെ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ RMPI പരാതിയായി ഉന്നയിക്കുന്നത്. KK രമ MLA പറയുന്നത് ബോധപൂർവം കലാപം സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ CPM എന്താണ്, ഇതിൻ്റെ വിശദീകരണം എന്നുള്ളത് അറിയില്ല. DYFIയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും അവിടെ ഒരു സംഘർഷം ഉണ്ടായതായിട്ടും ഒരു വാക്കുതർക്കം ഉണ്ടായതായിട്ടും സാക്ഷികൾ പറയുന്നുണ്ട്. ആ വാക്കുതർക്കമാണ് ഇത്തരത്തിലേക്ക് ഒരു ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പറയുന്നു. പരിക്കേറ്റ യൂത്ത് വിങ്ങിൻ്റെ 2 പ്രവർത്തകർ റോഷനും രത്തുനും 2 പേരും വടകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ പരിക്കുകൾ വലിയ ഗുരുതരമായിട്ടുള്ളതല്ല, എന്നാലും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ചോമ്പാല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, RMP പ്രവർത്തകരെ ഒരു പ്രകോപനമില്ലാതെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി. പരിക്കേറ്റവർ ചികിത്സയിലാണ്. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.